സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ ഏതാണ്ട് 100 ദിവസം വരെ കഴിഞ്ഞിരിക്കുന്നു. വിജയ് സർക്കാർ 100 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ BJPയിൽ നിന്ന് ഈ അടുത്തിടെ മാറിയ അണ്ണാമലൈ ചില പുതിയ നീക്കങ്ങൾ, ചില പുതിയ വെളിപ്പെടുത്തലുകൾ ആയതൊക്കെ ഇന്നലെ വാർത്തകൾ, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇന്നലെ പല സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ DMK ഫയൽസ് വിട്ട്, DMKയുടെ വിട്ട് വിജയുടെ പിറകെ, വിജയ്ക്കെതിരെ ചില തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു വാർത്ത അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തി. എന്താണ് സാർ അണ്ണാമലയുടെ ഈ ഒരു നീക്കത്തെക്കുറിച്ച്? പറഞ്ഞൊരു വളരെ ഇതാണ്. DMKയുടെ ഫയൽസ് എല്ലാം അദ്ദേഹം മാറ്റിക്കെട്ടി വെച്ചു. ഇതുവരെ അണ്ണാമലയിൽ ഉണ്ടായിരുന്ന IPS ഓഫീസറാണ് കേട്ടോ, ഇന്ത്യൻ പോലീസ് സർവീസിലെ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം DMKയുടെ ഫയലുകളെല്ലാം മാറ്റിവെച്ചു. അവരുടെ അഴിമതിയുടെ നമ്മൾ പറയാം കേസ് കെട്ടുകൾ എന്ന് പറയുന്നതെല്ലാം മാറ്റിവെച്ചു. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു. DMKയുടെ അഴിമതി തുറന്നു കാട്ടി അണ്ണാമലൈ, അല്ലെ? അണ്ണാമലൈ അന്ന് BJPയുടെ സഹയാത്രികനായിട്ട് നിൽക്കുന്ന സമയത്താണ് DMKക്കെതിരെ പൊരുതുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കുക, DMK പോലുള്ള ശക്തന്മാർക്കെതിരെ BJP പോലെ ഒരു പാർട്ടി, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം IPS ആയതുകൊണ്ടായിരിക്കാം അത്ര ഒരു ധൈര്യം കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം, തമിഴ്നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്വാധീനവുമായിരിക്കാം. ഇവരുടെ അഴിമതി കഥകളെല്ലാം അന്ന് അണ്ണാമലൈ വിളിച്ചു പറഞ്ഞു. അതായത് എത്ര രൂപ അവരെ DMK നേതാക്കന്മാര്, സ്റ്റാലിൻ ഉൾപ്പെടെ ഉള്ള ആളുകളെ, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ DMKയിലെ ഓരോരോ മന്ത്രിമാരെയും, സെന്തിൽ ബാലാജി, അല്ലെ, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് അണ്ണാമലൈ അഴിമതി ഉന്നയിച്ചത്. അണ്ണാമലൈ ഉന്നയിച്ചതല്ല, അത് അവിടുന്ന് റെക്കോർഡഡ് ആണ്. വെറുതെ നമ്മൾ പറഞ്ഞില്ലേ, വെറുതെ ഒരു മൈക്കെടുത്ത് വെച്ചിട്ട് അങ്ങ് അഴിമതി പറയുകയല്ല. എയറിലല്ലായിരുന്നു അദ്ദേഹം, പക്ഷെ കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. ഇത് ഏത് തെളിവാ വന്നത്? നമ്മൾ അന്ന് ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ, നമ്മുടെ മലയാളം ചാനലുകളിലൊന്നും അത്ര കൃത്യമായിട്ട് വന്നില്ല, പക്ഷെ ഇംഗ്ലീഷ് ചാനലുകൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിലെ അന്നത്തെ ധനകാര്യമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അണ്ണാമലൈ ഇടി പൊട്ടിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാലിൻ ഓരോ കോൺട്രാക്ടുകൾക്കും ഇത്ര ശതമാനം വീതം കമ്മീഷൻ പറ്റുന്നുണ്ട്, അല്ലെ DMKയുടെ ഓരോരോ നേതാക്കന്മാര്, MLA-മാര്, MP-മാര് ഇത്ര ശതമാനം അവിടുത്തെ ഓരോ വർക്കുകൾക്കും, ഗവൺമെന്റിന്റെ പൊതുമരാമത്തിനാണെങ്കിലും ശരി, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഓരോ വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് 25% വരെ, 10 മുതൽ 25% വരെ കമ്മീഷൻ ഇവര് നേരിട്ട് ഇഞ്ഞെടുക്കുകയാണ്, മേടിക്കുന്നു. എത്ര കോടി രൂപയുടെ വർക്കുകൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്? അതാണ് അണ്ണാമലൈ വെളിപ്പെടുത്തിയത്. എങ്ങനെയാണ്? ധനകാര്യമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രി ആയിരുന്ന പഴനിവേൽ ത്യാഗരാജൻ നമുക്കറിയാം, മധുര ഈസ്റ്റിലെ സെൻട്രൽ മധുരയിൽ നിന്നുള്ള MLA ആയിരുന്നു അദ്ദേഹം. വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ അവിടുത്തെ തമിഴ്നാട്ടിലെ വലിയ മധുരയിലെ വലിയ രാജാക്കന്മാരാണ്, വലിയ രാഷ്ട്രീയക്കാരാണ്. ഇദ്ദേഹം വിദേശ വിദ്യാഭ്യാസമൊക്കെ ചെയ്തതാണ് പഴനിവേൽ ത്യാഗരാജൻ. വിദേശിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് നിന്ന് ഇന്ത്യയിലെ, ലോകത്തിലെ എടുക്കാവുന്ന ഒരു മികച്ച 100 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ എടുക്കുകയാണെങ്കിൽ അതിലൊരാൾ തന്നെയാണ് പഴനിവേൽ ത്യാഗരാജൻ, ഒരു സംശയമില്ല. ഇന്ത്യയിലെ അതുപോലെ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ധനകാര്യ വിദഗ്ധന്മാരിൽ ഒരാളായിട്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് കണക്കാക്കാം. അങ്ങനെയുള്ള ഒരാളിനെ പെട്ടെന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നു കഴിഞ്ഞപ്പോൾ ഫൈനാൻസ് ആണ് അദ്ദേഹത്തെ അന്ന് സ്റ്റാലിനെ ഏൽപ്പിച്ച. പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു, കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നു. എല്ലാം നേരെ ചൊവ്വ. അതായത് 100 രൂപയാണ് ഒരു പദ്ധതിക്ക് അനുവദിക്കുന്നതെങ്കിൽ 99 രൂപയും ആ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ചെലവഴിക്കണം എന്നുള്ളൊരു നിലപാടുകാരനായിരുന്നു അദ്ദേഹം. അത് പറയുകയും ചെയ്തു. ജനങ്ങളുടെ നികുതി പണത്തിൽ, നമ്മൾ കൊടുക്കുന്ന പണത്തിൽ നിന്നൊന്നും എടുക്കരുത് എന്നുള്ള നിലപാടായിരുന്നു. പക്ഷെ അദ്ദേഹം റിയാലിറ്റിയിൽ അദ്ദേഹം ഫേസ് ചെയ്ത് എന്താണ്? മുഖ്യമന്ത്രി അടക്കമുള്ളവർ വീതം ചോദിക്കുന്നു. ഫൈനാൻസ് വഴിയാണല്ലോ. അവസാനം നിക്കക്കള്ളിയില്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം സ്റ്റാലിന്റെ മേലിൽ നിന്നുള്ള സമ്മർദ്ദം ഒരുപാട് അദ്ദേഹം തടയാൻ നോക്കി. സ്റ്റാലിനെ തടയാൻ നോക്കി DMK. പക്ഷെ അവരൊക്കെ വളരെ പവർഫുൾ ആണ്. അവരുടെ മുമ്പ് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു അവസരം വന്നപ്പോൾ അദ്ദേഹം ഈ സാധനം ഒരു ടേപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വിട്ടു പറഞ്ഞാൽ ആ ടേപ്പ് പുറത്തു വിടുന്ന അണ്ണാമലയാണ്. അതായത് സ്റ്റാലിൻ സർക്കാരിന്റെ ഓരോ മന്ത്രിമാരും സ്റ്റാലിൻ അടക്കമുള്ളവർ എത്ര ശതമാനം വീത കമ്മീഷൻ വാങ്ങിക്കുന്നുള്ളത് പഴനിവേൽ ത്യാഗരാജന്റെ ശബ്ദത്തിലാണ് പുറത്തു വരുന്നത്. ആ ടേപ്പുകളാണ് പുറത്തു വരുന്നത്. ഇത്ര അഴിമതി വരെ നടത്തുന്നു പറഞ്ഞു. ഇത് പുറത്തുവിട്ടത് അണ്ണാമലയാണ്.
അണ്ണാമലയാണ് അന്ന് BJP-യിലാണ് അണ്ണാമല. സ്റ്റാലിനെ ഒരു പക്ഷെങ്കില് ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ വീണതിന്റെ ഒരു പ്രധാന കാരണവും ആ DMK ഫയൽസ് എന്നാണ് അന്ന് അണ്ണാമല കൊടുത്ത പേരാണ് അതിന് കേട്ടോ. ആ ഇവരുടെ അഴിമതിക്ക് വേണ്ടി അണ്ണാമല ഇട്ട പേരാണ് DMK ഫയൽസ് എന്ന് പറയുന്നത്. അതായത് വലിയ ഘടകമായിട്ട് മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ അഴിമതി ഇവരെത്രയൊക്കെ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, എന്തെല്ലാം വികസനം പറഞ്ഞു കഴിഞ്ഞാലും, എന്തെല്ലാം ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് സ്വർണവും സാരിയും പട്ടും വളയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ശരി, തമിഴ് മക്കള് ഉള്ള ഈ സ്റ്റാലിനെതിരെ വോട്ട് ചെയ്തത്, സ്റ്റാലിൻ പോലും തോറ്റുപോയില്ലേ. സ്റ്റാലിൻ പോലും വീഴാൻ കാരണം ഈ ഇത്തരം അഴിമതികളാണെന്നാണ് പറയുന്നത്. അതിന്റെ വലിയ ഘടകമായിട്ട് വന്നത് അണ്ണാമലയുടെ ഈ DMK ഫയൽസ് ആയിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി സ്റ്റാലിന്റെ ഭരണമെല്ലാം അവസാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞ കേസ് കെട്ട് അദ്ദേഹം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിന് പേരിട്ടിട്ടില്ല, ഒരു പക്ഷേ വിജയ് ഫയൽസ് എന്ന വല്ലതും ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കാവുന്നില്ല, അതോ സിനിമാ ഫയൽസ് എന്ന വല്ലതും ആയിരിക്കാം. എന്തായാലും അതിന്റെ പേര് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അതിന്റെ സൂചന അദ്ദേഹം നൽകി. അതായത് വിജയ് സർക്കാരിന്റെ 100ാം വാർഷികമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസമായി. വിജയ് എന്ന് പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമാ നടനാണ്. പക്ഷെ അദ്ദേഹം 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ 100 ദിവസം ഇവിടെ ഭരണത്തിൽ പൂർത്തിയാകുമ്പോൾ എനിക്ക് DMK ഫയൽസ് പോലെ തന്നെ എന്റെ ഫയലിൽ എഴുതാവുന്ന, അല്ലെങ്കിൽ എനിക്ക് ഫയൽ തുറക്കാവുന്നതായ ചില കാര്യങ്ങളൊക്കെ എന്റെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ വിജയ് മന്ത്രിസഭയിലെ ചില മന്ത്രിമാരെ കാശ് ചോദിച്ചു തുടങ്ങി. ജനങ്ങളോട് കാശ് ചോദിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരോട് പൈസ ചോദിക്കുന്നു. വലിയ തുകയൊന്നുമല്ല, സ്റ്റാലിൻ സർക്കാർ ചോദിച്ചതുപോലെയുള്ള വലിയ തുക ചോദിക്കുന്നില്ല. 2%, 3%, 10%-ത്തിന് താഴെ ആയിട്ടുള്ളൂ. ഒരു പക്ഷെങ്കിൽ അവരുടെ നിലവാരം ഉയരാത്തതുകൊണ്ടായിരിക്കാം, അവരെല്ലാം തുടക്കക്കാരായതുകൊണ്ടായിരിക്കാം 10%-ത്തിൽ താഴെ തുക ചോദിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുണ്ടെന്നുള്ള വിവരങ്ങള് വിത്ത് സൗണ്ട്, ശബ്ദം, അവരുടെ ശബ്ദമാണ്. അദ്ദേഹം അണ്ണാമല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു IPS കാരനായതുകൊണ്ട് വെറുതെ ആരോപണം ഉന്നയിക്കുന്നില്ല. അവരുടെ എല്ലാം ശബ്ദവും എന്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പൈസ ചോദിക്കുന്ന ശബ്ദം. പക്ഷെ അണ്ണാമല അതിന്റെ കൂടെ ഒരു വാചകം കൂടെ ചേർക്കുന്നുണ്ട്. തൽക്കാലം ഞാനത് ഈ ഫയൽ തുറക്കുന്നില്ല. തമിഴ്നാട് ജനതയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ പണ്ട് പഴനിവേൽ ത്യാഗരാജൻ തന്ന ടേപ്പ് പുറത്തു വിട്ടതുപോലെ വിജയ് സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ കിട്ടിയ ടേപ്പ് ഞാൻ തൽക്കാലം പുറത്തു വിടുന്നില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ 1 വർഷത്തെ ഒരു ഗ്രേസ് പീരീഡ് തരികയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിയിട്ട് 100 ദിവസമല്ലേ ആയുള്ളൂ. നിങ്ങൾ 1 വർഷം ഭരിക്കൂ. ഈ 1 വർഷത്തിനകം ഈ മന്ത്രിമാരടക്കമുള്ളവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ DMK ഫയൽസിന്റെ പണിയാണ് നിങ്ങളും ആവർത്തിക്കുന്നതെങ്കിൽ ഇത് ഞാൻ പുറത്തുവിടും. അപ്പൊ അങ്ങനെ ഏതാണ്ട് ഒരു മാസം, ഇനി ഒരു 10 മാസത്തെ സമയം കൂടെ DMK സർക്കാരിന് സാവകാശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയും അണ്ണാമല ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വിജയ് അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട്. വിജയ് പ്രകീർത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയിയുടെ ഇതിന്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത്, വിജയ് അങ്ങനെയാണല്ലോ, നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ ഭരണം ഏറ്റെടുത്ത് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയത്തിലെ, അല്ലെങ്കിൽ ഈ 5 വർഷത്തെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് അഴിമതി തുടച്ചു മാറ്റുക. ഒരാൾ പോലും അഴിമതി നടത്താനായിട്ട് ഞാൻ തമിഴ്നാട്ടിലെ എന്റെ ഭരണത്തിലുള്ള ആരെയും അനുവദിക്കത്തില്ല. ഒരു നാട്ടുകാരൻ പോലും, ഒരു തമിഴ്നാടുകാരൻ പോലും ഒരു പരാതിയുമായിട്ട് എന്റെ മുമ്പിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട മന്ത്രി ആരാണോ അല്ലെ ഉദ്യോഗസ്ഥൻ ആരാണോ അവരുടെ പേരിൽ ഞാൻ നടപടിയെടുക്കും. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഘടകാര്യസ്ഥത കൊണ്ടൊരു കാര്യം നടക്കാതെ വന്ന് ഏതെങ്കിലും എന്റെ ഒരു നാട്ടുകാരൻ പരാതിപ്പെട്ടാല് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒരുപക്ഷെങ്കില് MLA-യോ മന്ത്രിയോ ഒക്കെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അണ്ണാമല അവിടെ ഒരു കൺസെഷൻ അനുവദിക്കുന്നുണ്ട്. ഒരു കൺസെഷൻ വിജയ് സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ തന്റെ കാര്യങ്ങള് ഓപ്പറേഷൻസ് തുടരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും മറഞ്ഞു നിന്ന് കളിക്കുന്നത് അണ്ണാമലയാണ്. അണ്ണാമല മറഞ്ഞു നിന്ന് കളിക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്രയൊക്കെ ആരോപണങ്ങൾ പറയുമ്പോഴും കേന്ദ്ര സർക്കാരിനെ കുറിച്ചോ BJP-യെ കുറിച്ചോ അമിത്ഷാ ഒരു അക്ഷരം ഇതുവരെ എതിര് പറയുന്നില്ല. തമിഴ്നാട്ടിൽ എതിര് പറയുന്നില്ല അദ്ദേഹം. എതിര് പറയാതെ ഇപ്പൊ സിനിമയുടെ ഒരു ഗ്ലാമർ ഇല്ല, അത് മാത്രമേ ഉള്ളൂ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനത. ഒരു സിനിമാ നടനോ ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സിനിമാറ്റിക് ഗ്ലാമർ അണ്ണാമലയ്ക്ക് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അതിന് അഴിമതിക്കെതിരെ പോരാടുന്ന ശക്തനായ പോരാളി എന്നുള്ള ഒരു മുഖമാണ് അണ്ണാമലയ്ക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം അണ്ണാമലയെ പ്രസംഗിക്കുന്ന യോഗത്തിലെ വലിയ
വേണ്ടി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട യോഗത്തിലാണ് അദ്ദേഹത്തെ കേടുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോ റീച്ചാണ് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ റീച്ചാണ് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ജനസമ്മതി, അതായത് പുതിയ ജൻസി ഈ തമിഴ്നാട്ടിലെ സിനിമാ സംസ്കാരവും ഒക്കെ മാറി മാറി വരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പോഴും. ഇപ്പൊ ജൻസി സംസ്കാരമാണല്ലോ. ജൻസി സംസ്കാരം ധർമ്മേന്ദ്ര പ്രധാനെ വീഴ്ത്തി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ വീഴ്ത്തി. ഇതിപ്പോ ജാർഖണ്ഡിലും വീഴാൻ പോകുന്നു. വീഴുന്നതിന് മുമ്പ് തന്നെ ഒരു സോറൻ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടികളുമായിട്ടുള്ള ചർച്ചയില് പിന്നെ പരീക്ഷകളെല്ലാം ക്യാൻസൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജൻസി സമരം അതൊരു മറ്റൊരു കൾച്ചർ, പൊളിറ്റിക്സ്, അതായത് പിന്നെ ആക്റ്റീവ് പൊളിറ്റിക്സിനെ മാറ്റുക, അതിനകത്ത് നിൽക്കുന്ന ആളുകളെ. അല്ല മറ്റൊന്നും കൊണ്ടല്ല, അവരെ കൊണ്ട് രാജ്യത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ധാരണ ഈ കുട്ടികൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ശരിയുമാണ്. അപ്പൊ അവരെ വേണ്ട, ഞങ്ങളെ കരിവാക്കുന്ന അവരെ വേണ്ട, മറ്റൊരു രാഷ്ട്രീയ രൂപം വരട്ടെ. അതിന്റെ മറ്റൊരു മുഖമായിട്ട് അണ്ണാമലൈ മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ജൻസികളെ കുറിച്ച് ആദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംസാരിച്ചതും അണ്ണാമലയാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടി ആദ്യമായിട്ട് അദ്ദേഹം ചെറുപ്പമായിരുന്നു, ചെറുപ്പമല്ല, ഇപ്പോഴും വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അദ്ദേഹമാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. യൂത്ത്സിന് വേണ്ടിയുള്ള ആദ്യത്തെ സംസാരം, വാക്കുകൾ വന്നത് അണ്ണാമലയിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് പ്രീതി ഉണ്ടായത് കേട്ടോ. തമിഴ്നാട്ടിൽ ഒന്നും അല്ലാതിരുന്ന ബി ജെ പിക്ക് എന്താ ഉണ്ടായിരുന്നു? വലിയ കാര്യമായിട്ട് ഒരു അടിത്തറയും ഇല്ലാതിരുന്ന ബി ജെ പിയെ തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ചെറുപ്പക്കാരുടെയും പ്രത്യേകിച്ച് അമ്മമാരുടെയും യുവാക്കളിലേക്കാണ് അണ്ണാമലൈ ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ ആദർശങ്ങള്, വാക്കുകള്, ഇതൊക്കെ വലിയ സ്വാധീനമായിരുന്നു. കാരണം വെറുതെ പറയില്ല. IPS വിട്ടെറിഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. സുഖമായിട്ട് അവിടെ എത്രയോ വർഷമായിട്ട് കഴിഞ്ഞു കൂടിയിട്ട് ഏതെങ്കിലും ഒരു വലിയ നിലയില്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നമ്മുടെ ഈ പറഞ്ഞ DGP നിലയിലൊക്കെ റിട്ടയർ ചെയ്തിട്ട് പെൻഷനും മേടിച്ച് വീട്ടിൽ കഴിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. അതെല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ സർവീസിൽ ചെയ്ത കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഉറപ്പിക്കുന്ന സിംഹമായിരുന്നു അല്ലേ. അഴിമതിക്കാർക്കും കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും അദ്ദേഹത്തിന്റെ പേടി സ്വപ്നമായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്നത്. അത് നമ്മൾ പല മേഖലകളും, അദ്ദേഹം പ്രവർത്തിച്ച പല മേഖലകളും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ചെറുപ്പത്തോട് ആദ്യമായിട്ട് സംവദിച്ചതും ശ്രീ അണ്ണാമലൈ തന്നെയാണ്. കറപ്ഷൻ ഫ്രീ പൊളിറ്റിക്സ്. ചെറിയ കാര്യം ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അതായത് സാറ് തന്നെ സംസാരം മധ്യേ പറഞ്ഞുപോയി, ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അണ്ണാമലയ്ക്ക് അവിടെ ഒരു ഗ്രിപ്പ് കിട്ടാത്തത് എന്ന്. സാർ, എന്നാൽ BJPയുടെ തമിഴ്നാട്ടിലെ പ്രാദേശിക നേതൃത്വമാണ് അണ്ണാമലയെ അവിടെ ഇത്തരത്തിലൊരു കുഴിയിൽ കൊണ്ട് ചാടിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് എന്നും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ വിദ്യാർത്ഥികളായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സാർ, ഇതിനൊരു പോം വഴി BJP കണ്ടെത്തുമോ? കാര്യം അണ്ണാമലയെ വിട്ടു എങ്കിലും ഇന്നും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. സാർ, ഇതിൻ്റെ നമുക്കൊരു ചുരുക്കെഴുത്തിലേക്കൊന്ന് വരുമ്പോൾ എന്ത് ബുദ്ധിയായിരിക്കും ഇനി BJP ഈ അണ്ണാമലയെ ഉപയോഗിച്ച് ഇനി തമിഴ്നാട്ടിൽ ചെയ്യാൻ പോകുന്നത്? ഒരു സിനിമാ താരത്തിൻ്റെ പകിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ പകിട്ട് കുറവ് എങ്ങനെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയും? അതിന് മറ്റെന്തെങ്കിലും ബുദ്ധി അവരുടെ മനസ്സിലുണ്ടാകുമോ? ഈ പ്രാദേശിക നേതാക്കളാണ് ഇതിനെല്ലാം വിലങ്ങുതടി ആയത്. BJPയുടെ പ്രാദേശിക നേതാക്കൾ തമിഴ്നാട്ടിലെ. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ, സമയക്കുറവ് മൂലമാണ്. അയ്യപ്പദാസ്, BJPയുടെ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും കൃത്യമായിട്ട് മനസ്സിലായി തമിഴ്നാട്ടിലെ സിനിമ പൊളിറ്റിക്സിന് ഒരു അന്ത്യം ഉണ്ടാക്കണം. വലിയ താമസമൊന്നുമില്ല. ഇപ്പൊ വിജയ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള നടന്മാരൊന്നും വരുന്നില്ല, ആരും അങ്ങനെ വരുന്നില്ല. അപ്പൊ അതിനൊരു അവസാനം വരും. വിജയുടെ ഗ്ലാമർ ചിലപ്പോൾ കുറച്ചു കാലം കൂടെ നിൽക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതല്ല. പുതിയ തലമുറ കുട്ടികളെ, ജൻസി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഴിമതിക്കെതിരെയാണ് അവരുടെ കുരിശുയുദ്ധം വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളെന്ന് പറയുന്നത് അണ്ണാമലൈ തന്നെയാണ്. റോൾ മോഡലാണ് അണ്ണാമലൈ. തമിഴ്നാടിന്റെ റോൾ മോഡലാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അവര് തന്നെ പിന്നെ BJP നമ്മൾ പറഞ്ഞില്ലേ, BJPയുടെ പ്രാദേശിക, അയ്യപ്പദാസ് പറഞ്ഞത് ശരിയാ, പ്രാദേശിക ഘടകമാണ്. പ്രാദേശിക ഘടകത്തിലെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. എല്ലാ പാർട്ടിയിലും ഈ BJPക്ക് അകത്തില് BJP ഏറ്റവും ലാസ്റ്റിൽ ഫോം ചെയ്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണല്ലോ. അതിനകത്തേക്ക് ഒരുപാട് ആളുകൾ ചാടി കയറി വീണിട്ടുണ്ട്. കേന്ദ്ര ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്തരം ചില എലമെന്റ്സ് അതിനകത്തിലുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളും, കേരളത്തിലടക്കം പല പ്രശ്നങ്ങളും അത് ഉണ്ടാക്കുന്നുമുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അവിടെ സംഘടനാശേഷി അവർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്ഷന്റെ കാര്യത്തില് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ BJPയോളം മിടുക്കുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിലില്ല എന്നാണ് നമ്മുടെ കണ്ട അനുഭവങ്ങൾ നമുക്ക് പറയാം. തെറ്റ് സംഭവിക്കാം. മനുഷ്യൻ ആരാ പൂർണ്ണമായിട്ടുള്ള മനുഷ്യര്? അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്ന തെറ്റിനെ എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണല്ലോ
രണ്ടംഗങ്ങൾ പാർലമെന്റിൽ രണ്ടംഗങ്ങളിൽ നിന്ന് അവരിന്ന് ഇന്ത്യ മഹാരാജ്യം 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേരെ തുടങ്ങിയതാണ്? 2 തുടങ്ങിയതാണ് അല്ലേ? അതിൽ നിന്ന് അവർക്ക് പിന്നെ ഇന്ന് 13ാമത്തെ വർഷത്തിലേക്ക് ഭരണം വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അണ്ണാമലൈ അവർ ലക്ഷ്യമിടുന്നത് തന്നെയാണ്. അണ്ണാമലൈ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അണ്ണാമലൈ മറ്റൊരു പൊളിറ്റിക്സ് കൂടെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ BJP-യുടെ മൗനാനുവാദം കൊണ്ടോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എല്ലാ വികസനങ്ങളും അങ്ങനെ ഗുജറാത്തിലേക്ക് മാത്രം കൊണ്ടുപോയാൽ പറ്റത്തില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രത്യക്ഷമായിട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതാണ്ട് ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ ആ സംസ്ഥാനത്തെ ഫേവർ ചെയ്യുന്നു നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, തമിഴ്നാട്ടിൽ കൂടെ വേണമെന്നാണ് പറയുന്നത്. അതിനൊരു ഓൾ ഇന്ത്യ ഇതുണ്ടായിരിക്കും, പാറ്റേൺ വേണം. പക്ഷെ തമിഴ്നാടിനും കാര്യമായിട്ട് വേണമെന്നുള്ളത് അത് തമിഴ്നാടിന്റെ പൾസിനെ സ്വാധീനിക്കുന്ന ഒരു വാക്കാണ്. അതായത് സർ, വിജയ് ഫയൽസിലേക്ക് അദ്ദേഹം വരാൻ സമയമായില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ വിജയ് ഫയൽസിലേക്ക് എത്താൻ സമയമായില്ല, ഏതാണ്ട് അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പുറത്തു വിടും എന്നും പറയുന്നുണ്ട്. സാർ, അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സമയക്കുറവാണ്, ഒന്ന് പറഞ്ഞോളൂ സാർ. അതെ, വിജയ് കൃത്യമായിട്ട് സൂചന കൊടുക്കുകയാണ്. വിജയ്ക്ക് കൃത്യമായിട്ട് സൂചന കൊടുക്കുകയാണ്. പഴയതുപോലെ എന്നെ കൊണ്ട് DMK ഫയൽസ് പോലെ സാധനം ഉണ്ടാക്കിച്ച് പുറത്തു വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങൾ ശരിയാണ്, മുഖ്യമന്ത്രി പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്നവരൊന്നും ശരിയല്ലെന്നാണ് പുള്ളി പറയുന്നത്. കൂടെ നിൽക്കുന്ന പലരും ശരിയല്ല. ഇപ്പൊ തന്നെ കാശ് മേടിച്ചു തുടങ്ങി. 100 ദിവസത്തിനകം തന്നെ കാശ് മേടിക്കാനും ആവശ്യപ്പെടാനും തുടങ്ങി. അതുകൊണ്ട് എന്നെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കരുതേ എന്നുള്ള കൃത്യമായ സൂചനയാണ് കൊടുക്കുന്നത്. അത് വിജയ്ക്കും സൂചനയാണ്. അത് വിജയ്ക്കും കിട്ടിയിരിക്കുന്ന ഒരു സൂചന തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, വിജയുടെ സിനിമാ ഗ്ലാമർ ജീവിതം തീരാൻ പോവുകയാണ്. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് തീരും. പക്ഷെ മറ്റൊരു മുഖവുമായിട്ട്, ജൻസി മുഖവുമായിട്ട് അണ്ണാമലയോടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷെങ്കിൽ സിനിമാ മേഖലയെക്കാട്ടിൽ വിജയ്ക്ക് ഇപ്പൊ തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിൽ ഉണ്ടായതിനെക്കാട്ടിൽ വലിയൊരു ഇമേജ് അണ്ണാമല സൃഷ്ടിക്കുമെന്നുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങള് BJP വിട്ടിട്ടും അണ്ണാമലയുടെ പുറകിനെ ഈ യൂത്ത്സ്, വി ദ ലീഡേഴ്സ്, അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് തന്നെ, അവർ എത്തുന്നതും അവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ലൈക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംശയിക്കാം. ഏതായാലും സാർ, നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് തുടർന്ന് ഇരിക്കാം. അണ്ണാമലൈ എന്ന നേതാവ് ഇപ്പോഴും റോൾ മോഡൽ തന്നെ, യൂത്തിന് പ്രിയങ്കരൻ തന്നെ. നമുക്ക് പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ് വരുന്നത് നമുക്ക് അനുസരിച്ച് തുടർന്ന് ഇരിക്കാം സാർ. നന്ദി, താങ്ക് യു സാർ. ജൻസി അണ്ണാമലൈ ദ ജൻസിയാണ്. അതെ, താങ്ക് യു സാർ, താങ്ക് യു.